ലക്ഷം തൊഴിൽദാന പദ്ധതി പെൻഷൻ തുക സർക്കാർ പൊതുഫണ്ടിൽ നിന്ന് നൽകണമെന്ന് 1 ലക്ഷം കർഷക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. 1 ലക്ഷം കർഷകർക്കായുള്ള പ്രത്യേക തൊഴിൽദാന പദ്ധതി അംഗങ്ങളിൽ 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് നൽകുന്ന പെൻഷൻ തുക സർക്കാർ നൽകണമെന്ന് 1 ലക്ഷം കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ.പി. ബൈജു സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ നൽകിയിട്ടും ലക്ഷം കർഷക സമിതിയിൽ അംഗങ്ങളായിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് കഴിഞ്ഞ ഓണം പ്രമാണിച്ച് പോലും പെൻഷൻ നൽകിയിട്ടില്ല. പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്താൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും ഇവർ ആരോപിച്ചു. ഇക്കാരണങ്ങൾ കാണിച്ചുകൊണ്ട് സെപ്റ്റംബർ 22-ന് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരം സംഘടിപ്പിക്കും. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്യും. 1 ലക്ഷം കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന രാപകൽ സമരം സംഘടിപ്പിക്കുകയാണ്. ആ രാപകൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ രാപകൽ സമരം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം 1994-ൽ കേരള ഗവൺമെൻറ് കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് 1 ലക്ഷം കർഷകർക്കായുള്ള തൊഴിൽദാന പദ്ധതി. ആ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിട്ട് ഇപ്പം 32 വർഷം കഴിഞ്ഞു. അന്ന് ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ 1100 രൂപ അന്ന് സർക്കാർ കർഷകർ ഈ പദ്ധതി ചേരുന്നതിന് വേണ്ടി അടയ്ക്കണം. 1000 രൂപ സർക്കാരും അടയ്ക്കും. അപ്പോൾ 2100 രൂപയാണ് അതിൻ്റെ വിഹിതം. ആ ഇനത്തിൽ 10 കോടി രൂപ കർഷകരിൽ നിന്ന് ഗവൺമെൻറ് കൃഷി വകുപ്പ് മുഖേന സമാഹരിച്ചു. 14 കോടി രൂപ സർക്കാരും ഈ പദ്ധതിയിലേക്ക് അന്നിട്ടു. അപ്പോൾ അത് 24 കോടി രൂപയാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ ചേരുന്നതിന് അന്ന് ആ 24 കോടി രൂപ കൃഷി വകുപ്പ് ഡയറക്ടർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ ട്രഷറിയിൽ ആ 24 കോടി രൂപ നിക്ഷേപിച്ചു ഗവൺമെൻറ്. ഈ പദ്ധതി ചേർന്നപ്പോൾ 60 വയസ്സായാൽ 30,000 രൂപ മുതൽ 60,000 രൂപ വരെ ഗ്രാറ്റുവിറ്റിയും 60 വയസ്സിന് ശേഷം മരണം വരെ 1000 രൂപ പെൻഷൻ, മരണശേഷം നോമിനിക്ക് 1 ലക്ഷം രൂപ, ശാരീരിക അവശത സംഭവിച്ചാൽ ചികിത്സാ സഹായം, അങ്ങനെ ഒട്ടനവധി വാഗ്ദാനങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ 94-ൽ ഈ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഏതാണ്ട് 31 വർഷത്തിനുള്ളിൽ 30,000-ഓളം അംഗങ്ങൾ ഇപ്പോൾ 60 വയസ്സ്. അന്ന് 1 ലക്ഷം പേരെയാണ്, 1,04,213 പേരെയാണ് അന്ന് ചേർത്തത്. ഇപ്പം 35,000-ഓളം അംഗങ്ങൾക്ക് 60 വയസ്സായി ആ പദ്ധതിയിൽ.